ഹലോ എവരി വൺ, വെൽക്കം ടു എജ്യൂപോഡ്. എല്ലാവർക്കും മക്കളെ എജ്യൂപോഡിൻ്റെ +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ +2 പബ്ലിക് എക്സാം ആയിട്ടുള്ള അല്ലെങ്കിൽ +2 ഹിസ്റ്ററിയുടെ പബ്ലിക് എക്സാമിന് ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത്? ക്രൊണോളജിക്കൽ ഓർഡർ അഥവാ കാലഗണനാക്രമത്തിൽ. ഇത് നിങ്ങൾ ഓൾറെഡി +1 പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് ചോദിക്കാൻ ചാൻസ് കേരളവുമായി ബന്ധപ്പെട്ട അവസാന 2 പാഠങ്ങളിൽ നിന്നാണ് എന്ത് ചോദിക്കുക? ക്രൊണോളജിക്കൽ ഓർഡർ ചോദിക്കുക. നിങ്ങൾ ഓൾറെഡി മോഡൽ എക്സാമിനൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്താ? നിങ്ങൾക്ക് കുറച്ച് സംഭവങ്ങൾ തരും. ആ സംഭവങ്ങളുടെ വർഷങ്ങൾ നിങ്ങൾക്ക് തരില്ല. വർഷങ്ങൾ നിങ്ങളുടെ എവിടെ ഉണ്ടാവണം? തലയിലുണ്ടാവണം. അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർഡർ ആക്കി ചെയ്താൽ. സോ ഏതൊക്കെ കാര്യങ്ങളാണ് എക്സാമിന് ചോദിക്കുക എന്നുള്ളത് നോക്കാം. ശ്രദ്ധിച്ചോ. അപ്പോൾ ഞാൻ ഓൾറെഡി +1 ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക. എന്താ വെച്ചാൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, അതായത് ഒരു വർഷത്തെ എന്ത് ചെയ്യുക? വണ്ടിയുടെ നമ്പറായിട്ടും ആ സംഭവത്തെ ഒരു വണ്ടിയായി കണക്കാക്കുക. വാസ്കോഡി ഗാമ എന്ന് പറഞ്ഞ വണ്ടിയുടെ നമ്പർ എത്ര? 1498. അങ്ങനെ ഒന്ന് പഠിച്ചു നോക്കട്ടോ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഓർത്ത് വെക്കണം. ഇതിൽ ഏതെങ്കിലും 4 എണ്ണമാണ് എന്ത് ചെയ്യുക? എക്സാമിന് ചോദിക്കട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണേ. വാസ്കോഡി ഗാമ കോഴിക്കോട് എത്തിയത് ഏത് വർഷമാണ്? വാസ്കോഡി ഗാമ റീച്ച് ഇൻ കാലിക്കറ്റിൽ ഏത് വർഷമാണ്? 1498 ആണ് അല്ലേ? ആൻഡ് ദ പോർച്ചുഗീസ് എസ്റ്റാബ്ലിഷ് പ്രിന്റിംഗ് ഇൻ കേരള. കേരളത്തിൽ പോർച്ചുഗീസുകാർ അച്ചടി സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1577 ആണ് അല്ലേ? ദ ഡച്ച് റീച്ചസ് അറ്റ് കാലിക്കറ്റിൽ ഏത് വർഷമാണ്? 1604. ഡച്ചുകാർ കോഴിക്കോട് എത്തിയത് 1604 ആച്ചിങ്ങൽ റിവോൾട്ട്, ആച്ചിങ്ങൽ കലാപം ഏത് വർഷമാണ്? 1721. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം? ഡച്ച് കാലിക്കറ്റ് എന്നുള്ള വണ്ടി ഏത് വർഷമാണ്? 1604 ആണ്. ആച്ചിങ്ങൽ റിവോൾട്ടിൻ്റെ വണ്ടി ഏത് വർഷമാണ്? 1721 ആട്ടോ. സോ മാർത്താണ്ഡവർമ്മ ബിക്കം ദ കിങ് ഓഫ് തിരുവിതാംകൂർ അല്ലേ? തിരുവിതാംകൂർ രാജാവായിട്ട് മാർത്താണ്ഡവർമ്മ മാറിയത് ഏത് വർഷമാണ്? 1729 ആട്ടോ. ഓർത്ത് വെക്കണം. യെസ്. അടുത്തത് ബാറ്റിൽ ഓഫ് കൊളച്ചൽ യുദ്ധം ഏത് വർഷമാണ്? 1741 ആണ് അല്ലേ? അടുത്തേതാണ്? ഫസ്റ്റ് പ്രിന്റഡ് ബുക്ക് ഇൻ മലയാളം ഏതാണ്? സംക്ഷേപ വേദാർത്ഥം അല്ലേ? മലയാളത്തിലെ ഫസ്റ്റത്തെ പ്രിന്റഡ് ബുക്ക് ഏതാ? സംക്ഷേപ വേദാർത്ഥമാണ്. അത് ഏത് ഇയറില? 1772 ആണ്. ആ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം അല്ലേ? ശ്രീരംഗപട്ടണം ഉടമ്പടി ഏത് വർഷമാണ്? 1792 ആണ്. പഴശ്ശി റിവോൾട്ട്, പഴശ്ശി കലാപത്തിന്റെ ആരംഭം ഏത് വർഷമാണ്? 1793 ആണ്. ബ്രിട്ടീഷ് മെയ്ഡ് സബ്സിഡറി അലയൻസ് വിത്ത് റൂളർ ഓഫ് ട്രാവൻകൂറിൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്? തിരുവിതാംകൂർ ഭരണാധികാരിയുമായിട്ട് സഹകരിച്ചത് ഏത് വർഷമാണ്? 1805 ആണ് കേട്ടോ. അടുത്തത് എന്താണ്? കുണ്ടറ പ്രോക്ലമേഷൻ അഥവാ കുണ്ടറ വിളംബരം ഏത് വർഷമാണ്? 1809 ആണ്. കുറിച്യ റിവോൾട്ട് അഥവാ കുറിച്യ കലാപം ഏത് വർഷമാണ്? 1812 1812 ഗൗരി പാർവതി ബായ് ഇൻട്രൊഡ്യൂസ്ഡ് ദ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ട്രാവൻകൂറിൽ. ഗൗരി പാർവതി ബായ് എന്ത് ചെയ്യാണ്? തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം കൊണ്ടുവന്നത് ഏത് വർഷമാണ്? 1817 അല്ലേ? റവ ഹബീഖ് സെറ്റപ്പ് ആൻഡ് ഇംഗ്ലീഷ് സ്കൂൾ അറ്റ് ഭരണശ്ശേരി ഇൻ കണ്ണൂരിൽ റവ ഹാബിക് എന്ത് ചെയ്യാണ്? ഒരു ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു. ഏത് വർഷമാണ്? 1841 കേട്ടോ. ആൻഡ് രാജ്യസമാചാരം ദ ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ മലയാളം പബ്ലിഷ് ചെയ്തത്, മലയാളത്തിലെ ആദ്യത്തെ പത്രമായിട്ടുള്ള രാജ്യസമാചാരം പബ്ലിഷ് ചെയ്തത് ഏത് വർഷമാണ്? 1847 ആണ്. ഏത് വർഷമാണ്? 1847 അല്ലേ? അടുത്തേതാണ്? റോയൽ പ്രോക്ലമേഷൻ വാസ് ഇഷ്യൂഡ് പെർമിറ്റ് ചെയ്ത ചാനാർ വുമൺ, അതായത് ചാനാർ സ്ത്രീകൾക്ക് എന്താണ്? ജാക്കറ്റ് ധരിക്കാനുള്ള അവകാശം കൊടുത്തത് ഏത് വർഷമാണ്? 1859 ആണ് അല്ലേ? പിന്നെ ബ്രണ്ണൻ സ്കൂൾ വാസ് എസ്റ്റാബ്ലിഷ് തലശ്ശേരിയിൽ ബ്രണ്ണൻ സ്കൂൾ സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1862 വിക്ടോറിയ ഹൈസ്കൂൾ വാസ് എസ്റ്റാബ്ലിഷ് പാലക്കാട് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തു? വിക്ടോറിയ ഹൈസ്കൂൾ. പിന്നെ അത് വിക്ടോറിയ കോളേജായി മാറി. ഏത് വർഷമാണ്? 1866 ആണ് അല്ലേ? ആൻഡ് മഹാരാജ കോളേജ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ തിരുവനന്തപുരത്ത് ഞാൻ മഹാരാജാസ് കോളേജ് സ്ഥാപിച്ചു. ഏത് വർഷമാണ്? 1875. അടുത്തതാണ്? മലയാളി മെമ്മോറിയൽ ഏത് വർഷമാണ്? 1891 ആണ്. മലയാളി മെമ്മോറിയൽ ഏതാടാ? 1891 ആണ്. സി ശങ്കരൻ നായർ പ്രിസൈഡഡ് ഓവർ അമരാവതി സെഷൻ ഇൻ ദ കോൺഗ്രസിന്റെ അമരാവതി സമ്മേളനത്തിൽ ശങ്കരൻ നായർ എന്ത് ചെയ്യണം? അധ്യക്ഷനായത് ഏത് വർഷമാണ്? 1897 ആണ്. പിന്നെ അടുത്തത് ദ മഞ്ചേരി പൊളിറ്റിക്കൽ കോൺഫറൻസിൽ ഏത് വർഷമാണ്? 1920 ആട്ടോ. ശ്രദ്ധിക്കണം. അതേപോലെ 1921 കുറച്ച് കാര്യം നടക്കുന്നുണ്ട്. മലബാർ കലാപം 1921 തീർന്നിട്ടില്ല. ഫസ്റ്റ് ഓൾ കേരള കോൺഗ്രസ് പൊളിറ്റിക്കൽ മീറ്റിംഗ് വാസ് ഹെൽഡ് അറ്റ് ഒറ്റപ്പാലം അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ടി പ്രകാശത്തിന്റെ നേതൃത്വത്തിൽ ആദ്യ അഖില കേരള കോൺഗ്രസ് രാഷ്ട്രീയ യോഗം ഒറ്റപ്പാലം നടന്നു. ഏത് വർഷമാണ്? 1921 കേട്ടോ. 1924 ഇന്ന് നടക്കുന്നത് വൈക്കം സത്യാഗ്രഹം. 1931 ഇന്ന് നടക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം. പിന്നെ പട്ടിണിജാഥ, AK ഗോപാലന്റെ പട്ടിണിജാഥയും അതേപോലെ ടെമ്പിൾ എൻട്രി പ്രോക്ലമേഷൻ, അതായത് ക്ഷേത്ര പ്രവേശന വിളംബരവും ഏത് വർഷമാണ്? 1936 ആട്ടെ. ഏത് വർഷമാണ്? 1936 ആണ്. പിന്നെ 1937 എന്താണ്? ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിന് പിന്നീട് കേരള യൂണിവേഴ്സിറ്റി വിളിച്ചു. കയ്യൂർ കലാപം ഏത് വർഷമാണ്? 1941. കിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള കിയരിയൂർ ബോംബ് കേസ് ഏത് വർഷമാണ്? 1942 ആണ്. പുന്നപ്ര വയലാർ റിവോൾട്ട് ഏത് വർഷമാണ്? 1946 ആണ്. പാലിയൻ സത്യാഗ്രഹം ഏത് വർഷമാണ്? 1947 ആണ്. ഇൻ്റഗ്രേഷൻ ഓഫ് ട്രാവൻകൂർ ആൻഡ് തിരുക്കൊച്ചി ഏത് വർഷമാണ്? 1949 ആണ്. ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ് ഏത് വർഷമാണ്? 1956 ആട്ടോ. എക്സാമിന് ചോദിക്കാറുണ്ട്, പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ ആണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നിങ്ങളുടെ എക്സാമിന് ചോദിക്കുക. മക്കളെ, നിങ്ങൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ വീഡിയോ ഇപ്പം തന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും, നിങ്ങൾ ആരൊക്കെ +2 ഹിസ്റ്ററിയിൽ പഠിക്കുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും എന്ത് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കാരണം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആളുകൾ ഇങ്ങനെ ലൈവ് ചോദിക്കുക, എവിടെ സാർ ക്രോണോളജിക്കൽ ഓർഡർ, എവിടെ സാർ മാപ്പിൻ്റെ വീഡിയോയും ക്രോണോളജിക്കൽ ഓർഡർ വീഡിയോയും
ഓൾറെഡി നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താണ്, ലിങ്ക് ഒന്ന് മാക്സിമം നിങ്ങൾ മാപ്പിൻ്റെ വീഡിയോ കണ്ടവരാണെങ്കിൽ ലിങ്ക് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഇനി മാപ്പിൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് അവിടെ എന്ത് കാണാൻ പറ്റും, മാപ്പിൻ്റെ വീഡിയോ കാണാൻ പറ്റും. നിങ്ങൾ ക്രൊണോളജിക്കൽ ഓർഡർ കണ്ടവരാണെങ്കിൽ നിങ്ങൾ കാണാത്ത ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. കാരണം എല്ലാവർക്കും പരമാവധി ആളുകൾക്ക് അയച്ചു കൊടുത്തിട്ട് അത് കാണണം. കാരണം മാപ്പും ക്രൊണോളജിക്കൽ ഓർഡറും 100% ഉറപ്പിലും എന്താണ് നിങ്ങളുടെ +2 ഹിസ്റ്ററിയുടെ പബ്ലിക് എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങളിൽ നിന്നാണ് എന്ത് ചോദിക്കുക, നിങ്ങളോട് ഓർഡറിലാക്കി എഴുതാൻ പറയും. ഇനി നമുക്ക് പ്രീവിയസ് ഇയറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. കണ്ടോ, ഇത് മുമ്പത്തെ വർഷം ചോദിച്ചാൽ ഏതൊക്കെയാണ് മലബാർ കലാപം, പഴശ്ശി കലാപം, കുണ്ടറ വിളംബരം നോക്കിയാൽ ഇത് ഒരു വർഷത്തെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആക്കി കമൻറ്റ് ബോക്സിൽ ഇടും കേട്ടോ. നിങ്ങൾ ഇതിൻ്റെ ആൻസർ കറക്റ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം. ഇത് കറക്റ്റ് ആക്കിയിട്ട് ആൻസർ എന്ത് ചെയ്യുക, കറക്റ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. അടുത്ത കണ്ടോ, ഗുരുവായൂർ സത്യാഗ്രഹ, കുണ്ടറ പ്രോക്ലമേഷൻ, പാലിയൻ സത്യാഗ്രഹ, വൈക്കം സത്യാഗ്രഹം. അപ്പോൾ ഈ കുണ്ടറ പ്രോക്ലമേഷൻ അല്ലേ, കുണ്ടറ വിളംബരം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് എക്സാമിന് അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ശ്രദ്ധിക്കണേ, എന്താണ് കുണ്ടറ പ്രോക്ലമേഷൻ, എന്തായാലും പഠിച്ചു വെച്ചാൽ ഒരുപാട് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഇടും. നിങ്ങൾ കറക്റ്റ് ഓർഡറിലാക്കി എന്ത് ചെയ്യുമെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഇടാം. അടുത്ത ഏതാടാ, ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ്, ഗുരുവായൂർ സത്യാഗ്രഹ, പുന്നപ്ര വയലാർ ഔട്ട് ബ്രേക്ക്, പുന്നപ്ര വയലാർ സമരം, പൊട്ടിത്തെറിച്ച സമരം, ആൻഡ് ടെമ്പിൾ എൻട്രി പ്രോക്ലമേഷൻ, ക്ഷേത്ര പ്രവേശന വിളംബരം. ശ്രദ്ധിക്കണേ, ഇതും ഇതിൽ ഗുരുവായൂർ സത്യാഗ്രഹം. ശ്രദ്ധിക്കണം, അടുത്ത ഇമ്പോർട്ടൻ്റ് ഏതാടാ, ഗുരുവായൂർ സത്യാഗ്രഹമാണ്. അതും ഒരുപാട് തന്നെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കറക്റ്റ് ഓർഡർ ആക്കിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഇടാം. പിന്നെ വൈക്കം സത്യാഗ്രഹ, കുണ്ടറ പ്രോക്ലമേഷൻ, പഴശ്ശി റിവോൾട്ട്, പാലിയൻ സത്യാഗ്രഹ, കുറിച്യ റിവോൾട്ട്. അവർ ശ്രദ്ധിച്ചോ, ഈ കുണ്ടറ പ്രോക്ലമേഷനും പഴശ്ശി റിവോൾട്ടും അല്ലേ, കുണ്ടറ വിളംബരവും പഴശ്ശി കലാപവും എത്ര തവണ, 3-ാം തവണ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യട്ടോ. അടുത്തത് ചാനാൾ അജിറ്റേഷൻ, കുറിച്യ റിവോൾട്ട്, പഴശ്ശി റിവോൾട്ട്, ഗുരുവായൂർ സത്യാഗ്രഹം, മലബാർ റെബലിയൻ. ശ്രദ്ധിക്കണേ, ഈ മലബാർ റെബലിയനും ഗുരുവായൂർ സത്യാഗ്രഹവും പഴശ്ശി റിവോൾട്ടും കുറിച്യ റിവോൾട്ടും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് കറക്റ്റ് മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യുക, ഇതിൻ്റെ ആൻസർ ഒന്ന് എന്ത് ചെയ്യുക, കറക്റ്റ് ഓർഡറിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അതേപോലെ അടുത്തത് ഇതും കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അതേപോലെ തന്നെ അടുത്തത് മൂന്നാമത്തെ കണ്ടത്, ഇതാണ് തേർഡ് വൺ. ഇതും എന്ത് ചെയ്യുക, ഒന്ന് കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് പോയാൽ ഇതും എന്ത് ചെയ്യുക, ഒന്ന് കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുന്ന തേർഡ് വൺ ആൻഡ് ദ ഫോർത്ത് വൺ. ഇതും കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വൺ ഇതാണല്ലോ ഫസ്റ്റ് ഫിഫ്ത്ത്. അങ്ങനെ 5 ഹോംവർക്ക് ഉണ്ട്. കാരണം ഇങ്ങനെയൊക്കെ PYQs ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിനെ ഉത്തരം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെന്ത് ചെയ്യുക, കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് ഒന്ന് ടൈപ്പ് ചെയ്യുക. അതേപോലെ തന്നെ ഇതാ ഓരോന്നും എന്ത് ചെയ്യുക, കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, യെസ് ഫുള്ള് സെറ്റാക്കി വെക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. ശ്രദ്ധിക്കണേ, കണ്ടോ. അതായത് ഈ വർഷങ്ങൾ 1937 മുതൽ 1956 എന്താ, ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ് അല്ലേ, കേരള സംസ്ഥാനം രൂപീകരിച്ച എന്നാ 1986 നവംബർ 1. അപ്പോൾ അതുവരെയുള്ള കുറച്ച് വർഷങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. അടുത്തത് എന്താ 1920 മുതൽ 1936 വരെ അടുത്ത വർഷങ്ങൾ. അടുത്തെന്താണ് 1891 1897 നടന്ന 2 സംഭവങ്ങൾ, 1859 മുതൽ 1875 വരെ നടന്ന സംഭവങ്ങൾ, യെസ് 1809 മുതൽ 1847 വരെ നടന്ന സംഭവങ്ങൾ, പിന്നെ 1741 മുതൽ 1800 വരെ നടന്ന സംഭവങ്ങൾ. അപ്പോൾ ഓരോന്നും എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കി കേട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. സോ ഈ മാപ്പിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ടാകും. അതും ഈ ക്രൊണോളജിക്കൽ ഓർഡറിൻ്റെ ഈ വീഡിയോയും 100% ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കുന്നതാണ്. നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. നിങ്ങളുടെ പരമാവധി +2 ഹിസ്റ്ററിയിൽ ആരൊക്കെ പഠിക്കുന്നുണ്ടോ അവർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കുക. കൈയാണ് നിങ്ങൾ വാട്സപ്പിലും സ്റ്റാറ്റസ് വെക്കുക. നിങ്ങളുടെ സ്കൂളിലൊക്കെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ അയച്ചു കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ അവസാന സമയമല്ലേ, നിങ്ങൾക്ക് എന്ത് ചെയ്യണമല്ലേ, നിങ്ങൾക്കൊരു +2 നിങ്ങളൊരു ക്ലാസ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ക്ലാസ് ഗ്രൂപ്പിലേക്കൊക്കെ അയച്ചു കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പഠിക്കട്ടോ, ഒരാൾ പോലും പഠിക്കാതെ വെറുതെ ഇരിക്കരുത്. സോ എല്ലാവർക്കും ലിങ്ക് അയച്ചു കൊടുക്കുക. സോ ബാക്കി നമുക്ക് ലൈവിലൊക്കെ സെറ്റാക്കാം. സോ വീണ്ടും കാണാതിരിക്കും. ബൈ.